വണ്ണമില്ലാത്തവർക്ക് വണ്ണം വെക്കണം, തടിയുള്ളവർക്ക് തടി കുറയണം. അപ്പോൾ എനിക്ക് ആവശ്യം എന്താണ്? വണ്ണം വെക്കണം. ഞാൻ തീരെ തടിയില്ല കേട്ടോ. ഞാനൊരു 34 35 ഒക്കെ ഉണ്ടാവും, 37 അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വെയിറ്റ്. അപ്പോൾ ആ ഒരു തടി കൊണ്ട് തന്നെ എല്ലാവരും കളിയാക്കും, എന്താ അത് തീരെ തടിയില്ല, അനക്കെന്താ തിന്നാനും കിട്ടലില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ ഓൽക്കുള്ളൊരു മറുപടി ആട്ടത്, ഈ ഡ്രിങ്ക് നമ്മൾ ഒരാഴ്ച കുടിച്ചാൽ തന്നെ നമ്മളെ ശരീരം വണ്ണം വെക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വാരി വലിച്ച് കുടിച്ച് വണ്ണം കൂടി വണ്ണം കുറയ്ക്കാനുള്ള ഇതിന് നടക്കണ്ട. അപ്പോൾ ശ്രദ്ധിക്കുക, വണ്ണം കുറഞ്ഞവർ മാത്രം ഈ ഒരു ഡ്രിങ്ക് പരീക്ഷിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കോട് പോവാം. ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുകയാണ്, എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നും കൂടെ അത് കാണിച്ചു തരാം കേട്ടോ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് നിലക്കടലയാണ് കേട്ടോ. ഇത് പിന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് വറുത്ത് കഴിച്ചിട്ടാവും അധികം പരിചയം. അപ്പോൾ നമുക്ക് ഇത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഇത് ഒരു കൈപ്പിടി നിറയെ വേണം കേട്ടോ. പിന്നെ അടുത്തത് വേണ്ടത് നമുക്ക് എന്താണ്? നല്ല പഴുത്ത പഴം കേട്ടോ. ഇത് ചെറുപഴമായാലും കുഴപ്പമില്ല, നേന്ത്രപ്പഴമായാലും കുഴപ്പമില്ല കേട്ടോ. നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ആ ശരിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പഴത്തിൻ്റെയും കടലേൻ്റെയും ഗുണങ്ങളൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. തടി കൂടാനുള്ള എല്ലാ ഗുണങ്ങളും ഈ രണ്ട് സാധനങ്ങളിലും നല്ലോണം ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. വീഡിയോ കാണുന്ന അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഞാനിഞ്ഞ് അടുത്തതും ഒരു വണ്ണം വയ്ക്കാനുള്ള വീഡിയോ ഇടണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് തണുത്ത പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ച പാലും വേണമെങ്കിൽ എടുക്കാം. ഞാൻ തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും അത് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ നമ്മുടെ പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് തന്നെ ഇടണം, എന്നെങ്കിലേ ഒന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. നമുക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ. പിന്നെ അതിലേക്ക് നമുക്ക് നമ്മൾ ഒരു കൈപ്പിടി നിറയെ എടുത്തിട്ടില്ലേ കപ്പലണ്ടി, നിലക്കടല, അതും നമ്മൾ ആ പഴത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. വറുത്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ വറക്കാതെ പച്ചയ്ക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തൊലിയും കൂടെ ഒരുമിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമ്മളത് നല്ല പോലെ അരച്ചെടുത്ത് വന്നു. പിന്നെ അതെന്താ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല അടിപൊളി ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. രാവിലെ വേണമെങ്കിൽ കഴിക്കാം, അതോ ഇനി കിടക്കണതിന് മുൻപും വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു സംഭവം കുടിച്ചാൽ തന്നെ വയറ് ഫില്ലാവും കേട്ടോ. ഞാനിത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കൽ കുറച്ച് ബാക്കോട്ടാണ്. ഫുഡ് കഴിക്കൂല കേട്ടോ, കാരണം വയറ് ഫുള്ളായിട്ടുണ്ടാവും. പിന്നെ ഫുഡ് കഴിക്കാൻ കഴിയൂല. അത്രയ്ക്കും നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, നല്ല വയറ് ഫില്ലാവുന്ന ഒരു റെസിപ്പിയും കൂടെയാണ്. പിന്നൊരു കാര്യം, ചിലപ്പോൾ 2-3 ദിവസം കുടിച്ചാലൊന്നും, ചിലപ്പോൾ ഒരാഴ്ച കുടിച്ചാലും ചില ശരീരങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഒരു 2 ആഴ്ചയെങ്കിലും ഇത് കുടിക്കണം കേട്ടോ. അപ്പോഴാണ് റിസൾട്ട് ശരിക്കും കിട്ടുക. ഈ ഡ്രിങ്ക് എന്തുകൊണ്ടാണ് നമുക്ക് നല്ലതെന്ന് പറയുന്നത്? പഴം ശരീരത്തിന് നാച്ചുറൽ എനർജി നൽകുന്നു. നിലക്കടയിൽ എന്തുണ്ട്? പ്രോട്ടീന് വളരെയധികം കൂടുതലാണ്. പാല് നമ്മുടെ ശരീരം സ്ട്രോങ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ശരീരം വണ്ണം കൂടും. നിങ്ങൾക്കും നിങ്ങളുടെ ശരീരം വണ്ണം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കമൻറ്റും അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തണം കേട്ടോ. ഞാനും മോളും കൂടിയാണ് ഇപ്പം ഈ ഡ്രിങ്ക് കുടിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഒരാഴ്ച കുടിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ.